വചനമൊഴി ഡിസംബർ 9. വചനഭാഗം എഫേസോസ് 3:1-13, ലൂക്കായുടെ സുവിശേഷം 1:39-45. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇന്ന് സുവിശേഷത്തിൽ നാം ശ്രവിക്കുന്നത് പരിശുദ്ധ കന്യകാമറിയം തന്റെ ഇളയമ്മയായ എലിസബത്തിനെ സന്ദർശിക്കുന്നതിനെ കുറിച്ചുള്ള വിവരണമാണ്. മംഗളവാർത്ത ലഭിച്ച മറിയം തിടുക്കത്തിൽ തന്റെ ഇളയമ്മയായ എലിസബത്തിന്റെ പക്കലേക്ക് യാത്രയാകുന്നു. ഇസ്രായേലിന്റെ വടക്കൻ പ്രദേശമായ ഗലീലിയായിലെ നസ്രത്തിൽ നിന്ന് തെക്ക് യൂദയായിലെ ഐൻകാരം എന്ന സ്ഥലത്തേക്കാണ്, ജെറുസലേമിൽ നിന്നും 5 കിലോമീറ്റർ മാറിയുള്ള ഐൻകാരം എന്ന സ്ഥലത്തേക്കാണ് മറിയം യാത്രയാകുന്നത്. തിടുക്കത്തിൽ യാത്രയാകുന്നു എന്ന് പറയുമ്പോൾ മംഗളവാർത്ത ലഭിച്ച ഉടനെ ഇറങ്ങി പുറപ്പെട്ടു എന്നല്ല, അസാധാരണമായൊരു യാത്ര മറിയം നടത്തുകയാണ്. ഇവിടെ മറിയത്തിന്റെ തിടുക്കം എലിസബത്തിനെ ശുശ്രൂഷിക്കുവാൻ വേണ്ടിയുള്ളൊരു തിടുക്കമാണ്. എലിസബത്തുമായി തനിക്ക് ലഭിച്ച ദൈവകൃപ പങ്കുവയ്ക്കുവാനായിട്ടുള്ളൊരു തിടുക്കമാണ്. പരിശുദ്ധ മറിയം എലിസബത്തിനെ സന്ദർശിച്ച് അവളെ ശുശ്രൂഷിക്കുകയാണ്. ദൈവപുത്രന്റെ അമ്മയാകാൻ വിളിക്കപ്പെട്ട മറിയം ഒരമ്മയുടെ സ്ഥാനത്ത് നിന്ന് ശുശ്രൂഷിക്കുന്നതിനു വേണ്ടി ഇറങ്ങിപ്പുറപ്പെടുന്നതാണ് നാം കാണുന്നത്. ദൈവവചനത്തെ സ്വീകരിച്ച മറിയം ശുശ്രൂഷകയായി ഇറങ്ങിപ്പുറപ്പെടുന്നു. മറിയത്തിന്റെ സാന്നിധ്യം പരിശുദ്ധാരൂപിയെ പങ്കുവയ്ക്കുന്ന, പരിശുദ്ധാരൂപിയെ അനുഭവിക്കുവാൻ പറ്റുന്ന ഒരു സാന്നിധ്യമാക്കി മാറ്റുന്നു. ഇന്ന് ലേഖനഭാഗത്ത് നാം ശ്രവിക്കുന്നത് പൗലോസ്ലീഹ എഫേസോസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനത്തിലൂടെ താൻ സുവിശേഷത്തിന്റെ ശുശ്രൂഷകനായിരിക്കുവാൻ വിളിക്കപ്പെട്ടവനാണെന്നാണ് പറയുന്നത്. ദൈവവചനം ശ്രവിക്കുന്നവരും സുവിശേഷത്തിന്റെ ശുശ്രൂഷകരായി മാറുവാൻ വിളിക്കപ്പെട്ടവരാണ്. തങ്ങളുടെ ജീവിതത്തിലൂടെ, തങ്ങളുടെ പ്രവൃത്തികളിലൂടെ, തങ്ങളുടെ സാന്നിധ്യത്തിലൂടെ ദൈവകൃപ പങ്കുവയ്ക്കുന്നവരായിക്കൊണ്ട് സുവിശേഷത്തിന്റെ ശുശ്രൂഷകരാകുവാനുള്ള വിളി നാം ഓരോരുത്തർക്കുമുണ്ട് എന്ന് പൗലോസ്ലീഹ ഓർമ്മിപ്പിക്കുന്നു. നാം ഓരോരുത്തർക്കും ലഭിച്ചിരിക്കുന്ന ദൈവവിളിയോട് വിശ്വസ്തത പുലർത്തിക്കൊണ്ട് നാം ആയിരിക്കുന്ന സാഹചര്യങ്ങളിൽ, സ്ഥലങ്ങളിൽ ദൈവിക ചൈതന്യം പങ്കുവയ്ക്കുന്നവരായി മാറുവാൻ, നമ്മുടെ വാക്കുകളിലൂടെ, പ്രവൃത്തികളിലൂടെ കർത്താവിന്റെ സ്നേഹവും സന്തോഷവും പങ്കുവയ്ക്കുന്നവരായി മാറുവാൻ, അപ്രകാരം വചനത്തിന്റെ ശുശ്രൂഷകരാകുവാൻ നമുക്കും പരിശ്രമിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.